ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 2 നമ്മൾ തുടങ്ങുന്നത്. 1-ാമത്തെ ദശകത്തിലെ ഭഗവത് സ്വരൂപത്തിൻ്റെ മാഹാത്മ്യം, ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. 2-ാമത്തെ ദശകത്തിലെ ഭഗവാന്റെ രൂപത്തിൻ്റെ മാഹാത്മ്യം, അംഗപ്രത്യംഗ വർണ്ണന, ഭക്തിയുടെ മാഹാത്മ്യം, ഭക്തൻ്റെ ഒരു ദിവ്യമായിട്ടുള്ള സവിശേഷതകൾ ഒക്കെയാണ് ഇവിടെ 1-2 ശ്ലോകങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് കേശാദിപാദ വർണ്ണന മുഴുവനാവുക. അപ്പോൾ നമുക്കത് രണ്ടും ഇന്ന് ചെയ്യാം. 1-ാമത്തെ ശ്ലോകം. 1-ാമത്തെ ശ്ലോകത്തിൽ മുകളിൽ നിന്നും ഒരു മാറിടം വരെയുള്ള ഭാഗത്തിനെ വർണ്ണിക്കുന്നു. 2-ാമത്തെ ശ്ലോകത്തിൽ മാറിടം മുതൽ പാദം വരെയുള്ള ഭാഗത്തിനെ വർണ്ണിക്കുന്നു. കേശാദിപാദാണ്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാലഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ ഇതുപോലുള്ള വർണ്ണനകൾ, സ്വരൂപ വർണ്ണനകൾ തരം കിട്ടുമ്പോഴൊക്കെ ഭക്തകവി നിബന്ധിച്ചിട്ടുണ്ട്. രാമായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ ശ്രീരാമൻ്റെ വർണ്ണനകൾ ധാരാളമുണ്ട്, എപ്പോൾ പറ്റണോ അപ്പോഴൊക്കെ. അതുപോലെ നാരായണീയത്തിലും ഭട്ടതിരിപ്പാട് ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. ആദ്യത്തെ വർണ്ണനയാണ് ഇത്, കേശാദിപാദം വർണ്ണന. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യപ്രഭ, നമുക്കറിയുന്നതിൽ വെച്ച് ഏറ്റവും ശോഭ സൂര്യനാണല്ലോ. ആ സൂര്യനോട് മത്സരിക്കുന്ന വിധത്തിലുള്ള ശോഭയോട് കൂടിയതാണ് അവിടുത്തെ കിരീടം. കിരീടം മുതൽ താഴോട്ടാണ് പറയുന്നത്. സൂര്യശോഭയെ വെല്ലുന്ന, അതായത് അതിനേക്കാളും എത്രയോ ഭംഗിയേറിയ രത്നങ്ങളും മുത്തുകളും ഒക്കെ നിറഞ്ഞ് പതിച്ചിട്ടുള്ള അവിടുത്തെ ആ കിരീടം ഞാൻ ആദ്യം കാണുന്നു. നമ്മളിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കണം ഭഗവാന്റെ രൂപം. അത് ഫോട്ടോ ആയിട്ടായാലും രൂപമായിട്ടായാലും പ്രതിമ, ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ രൂപം ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ ഏതെങ്കിലും ഒരു രൂപം നമ്മളുടെ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കണം, സങ്കല്പിച്ചുറപ്പിക്കണം. എന്നിട്ട് ഈ ശ്ലോകം വായിക്കണം. അപ്പോഴാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുക നമുക്ക്. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനെ വെല്ലുന്ന ശോഭയോട് കൂടിയിട്ടുള്ള കിരീടം. ഊർധ്വതിലകം, മേലോട്ട് തൊട്ടിട്ടുള്ള ഗോപിക്കുറി, വട്ടത്തിൽ തൊട്ടിട്ടുള്ള തിലകല്ല, മേലോട്ടാണ്, അതാണ് ഊർധ്വതിലകം, ഗോപിക്കുറി. പ്രോദ്ഭാസി ഭാലാന്തരം, ആ കുറി കൊണ്ട്, ഗോപിക്കുറി കൊണ്ട് ഉല്ലസിക്കുന്നതായ, ശോഭിക്കുന്നതായ അവിടുത്തെ നെറ്റിത്തടം, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ശ്രേഷ്ഠമായിട്ടുള്ള നെറ്റിയിൽ തൊട്ടതുകൊണ്ട് അതിമനോഹരമായി ശോഭിക്കുന്ന ആ ഗോപിക്കുറി. കാരുണ്യാകുല നേത്രം, ഭക്തന്മാരോടുള്ള അതീവ കാരുണ്യം, ദയ നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള താമരപ്പൂ പോലുള്ള കണ്ണുകൾ, പ്രേമാർദ്രമായിട്ടുള്ള കണ്ണുകൾ, നമ്മളെ തന്നെ നോക്കുകയാണെന്ന് നമുക്ക് തോന്നുന്ന താമര ഇതൾ പോലെ നീണ്ടു വിടർന്ന കരുണ നിറഞ്ഞ ആ കണ്ണുകൾ. ആർദ്രഹസിതോല്ലാസം, അത്യന്തം സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഹസിതം, പുഞ്ചിരി, അതിസുന്ദരമായിട്ടുള്ള മന്ദഹാസം. സുനാസാപുടം, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള മൂക്ക്. ഗണ്ഡോദ്യന്മകരാഭ കുണ്ടലയുഗം, ഭഗവാന്റെ കുണ്ടലങ്ങൾ മകരകുണ്ടലങ്ങളാണല്ലോ. മകരമത്സ്യത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള കുണ്ടലങ്ങളാണ്. ആ കുണ്ടലങ്ങൾ ഭഗവാന്റെ ഗണ്ഡോദ്യൻ, ആ കവിൾത്തടങ്ങളിൽ ഇങ്ങനെ പ്രതിഫലിക്കുകയാണ്, അല്ലെങ്കിൽ കവിൾത്തടങ്ങളുടെ ശോഭ കൊണ്ട് കുണ്ടലങ്ങൾ തിളങ്ങാണ്. കണ്ഠശോഭ കൂട്ടുന്ന കൗസ്തുഭരത്നമുണ്ട്. കണ്ഠോജ്വലത് കൗസ്തുഭം, കൗസ്തുഭരത്നം, അമൃതമഥനത്തിൻ്റെ സമയത്ത് വന്നിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള രത്നം ഭഗവാന്റെ കണ്ഠത്തിൽ ശോഭിക്കുന്നു.
പിന്നെയോ ത്വദ്രൂപം വനമാല്യ ഹാരപടലം, വനമാലയും ഹാരപടലം, കുറേയധികം മുത്തുമാലകളും ധരിച്ചിട്ടുണ്ട്. വനമാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറെ വില കൂടിയ പൂക്കൾ കൊണ്ടൊന്നും ഉണ്ടാക്കുന്ന മാലയല്ല. കാട്ടിൽ കിട്ടുന്ന പൂക്കൾ, ഇളം തളിരുകൾ, അങ്ങനത്തെ സുലഭമായിട്ടുള്ളതും ലളിതമായിട്ടുള്ളതുമായ വസ്തുക്കൾ കൊണ്ട്, പൂക്കൾ കൊണ്ട്, ഇലകൾ കൊണ്ടും തളിരുകൾ കൊണ്ടും ഒക്കെ കെട്ടിയുണ്ടാക്കിയിട്ട് കഴുത്തു മുതൽ പാദം വരെ നീണ്ടു കിടക്കുന്നതും ഭഗവാന്റെ മേലായതുകൊണ്ട് ഒരിക്കലും വാടാതെ എപ്പോഴും പുതുമയോടുകൂടി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള മാല, അതാണ് വനമാല. പിന്നെ മുത്തുമാലകളുണ്ട്. പിന്നെ ശ്രീവത്സം, ശ്രീവത്സദീപ്രം, ശ്രീവത്സത്താൽ ശോഭിക്കുന്നതാണ്. ശ്രീവത്സം എന്താണെന്ന് അറിയാലോ? ഒരു മറുകാണ്. ഭൃഗു മഹർഷി പണ്ട് 3 പേരുടെയും, ബ്രഹ്മാവിനാണോ മഹേശ്വരനാണോ മഹാവിഷ്ണുവിനാണോ കൂടുതൽ ക്ഷമ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷിച്ചറിയാൻ വേണ്ടി പുറപ്പെട്ടതും ഭഗവാനാണ് എന്ന് തിരിച്ചറിഞ്ഞതും. എങ്ങനെ അറിഞ്ഞത്? ഉറങ്ങുന്ന യോഗനിദ്ര ചെയ്യുന്ന ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടീനാണ്. അപ്പോൾ ഭഗവാൻ ഉണർന്നിട്ട്, അയ്യോ മഹർഷി വന്നത് ഞാൻ കണ്ടില്ലേ, എന്നോട് ക്ഷമിക്കണേ, ഭഗവാന്റെ അങ്ങയുടെ ഈ പാദചിഹ്നം എനിക്കൊരു അലങ്കാരമായി എന്നും ഞാൻ സൂക്ഷിക്കും. ഈ കഥയൊക്കെ ഇനി അവസാനം വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ക്ഷമയുടെ അടയാളമായിട്ടുള്ളതും ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി, ലക്ഷ്മി ദേവിയാൽ വാത്സല്യത്തോടു കൂടി എപ്പോഴും കാണുന്നതും ആയിട്ടുള്ള ആ ശ്രീവത്സം എന്ന തിരുമാറിലെ മറുക്, തദ്രൂപം, അങ്ങനെയുള്ള ഭഗവാന്റെ അതിമോഹനമായിട്ടുള്ള രൂപം അഹം ഭജേ, അങ്ങയുടെ ഭക്തനായിട്ടുള്ള ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണ്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകം പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോ ഉല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അപ്പോൾ ശിരസ്സിനെ, നെറ്റിയെ, ശിരസിൽ വെച്ചിട്ടുള്ള കിരീടത്തിന്, ചെവി, മൂക്ക്, കവിള്, കഴുത്ത്, മാറിടം, അവിടുത്തെ അലങ്കാരങ്ങൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് താഴോട്ട് 2ാമത്തെ ശ്ലോകം. കേയൂരാംഗത കങ്കണോത്തമമഹാ രത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. കയ്യിൻ്റെ മുകളിൽ തൊട്ട് താഴോട്ടുള്ള ആഭരണങ്ങളാണ് കേയൂരം, അങ്കദം, കങ്കണം, അങ്കുലീയം. കേയൂരം തോൾവള, തോളിൽ ചാർത്തിയിട്ടുള്ള ആഭരണം. അങ്കദം മുട്ടിന് മുകളിലായിട്ടുള്ള ആഭരണം. കങ്കണം കൈവളകളിടുന്നത് പോലെ ഇടുന്ന വളകൾ. രത്നാങ്കുലീയങ്ങൾ ശ്രേഷ്ഠതയേറിയ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മോതിരങ്ങൾ. അതൊക്കെ കൂടി ചേർന്നിട്ടുള്ള കൈകൾ. രത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു, അവിടുത്തെ കൈകൾ. അതിലെന്തൊക്കെയാണുള്ളത്? ചതുഷ്കസംഗത, 4 വസ്തുക്കൾ അതിലുണ്ട്. എന്തൊക്കെയാ? ഗദ, ശംഖ്, അരി, പങ്കേരുഹം. ഗദയുണ്ട്, ശംഖുണ്ട്, അരി എന്ന് പറഞ്ഞാൽ ചക്രം, സുദർശന ചക്രമുണ്ട്. പങ്കേരുഹം, ചളിയിൽ നിന്നും വരുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള താമരപ്പൂവ് ഉണ്ട്. അപ്പോൾ ശംഖചക്രം, ഗദ, പത്മവും ധരിച്ചിട്ടുള്ള ആ ചതുർഭുജങ്ങളെ തൊഴുന്നു. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്, കാഞ്ചി അരഞ്ഞാണം, സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയത്, പൊന്നരഞ്ഞാണം മനോഹരമായിട്ട് അവിടുന്ന് ചാർത്തിയിട്ടുണ്ട്. എവിടെയാണ് ചാർത്തിയിട്ടുള്ളത്? പീതാംബരാലംബിനി,
അവിടത്തെ മഞ്ഞ നിറത്തിലുള്ള പട്ടുവസ്ത്രത്തിനൊരു അലങ്കാരമായിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പൊന്നരഞ്ഞാണം ചാർത്തിയിട്ടുള്ളത്. അങ്ങനെ ആലംബേ വിമലാംബുജ ദ്യുതിപദം, വിമലാംബുജമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള താമരപ്പൂ പോലെ ശോഭിക്കുന്നതായ അവിടുത്തെ തൃപ്പാദങ്ങൾ. നമ പങ്കജ നാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ എന്ന് പറഞ്ഞില്ലേ കുന്തിദേവി. അതുപോലെ എല്ലാ ദിക്കിലും താമരപ്പൂവിനോടാണ് വർണ്ണിച്ചിട്ടുള്ളത്. വിമലാംബുജദ്യുതിപദം, അപ്പോൾ വിരിഞ്ഞിട്ടുള്ള മനോഹരമായ താമരപ്പൂവിൻ്റെ ദ്യുതി ശോഭ പരത്തുന്നതായിട്ടുള്ള അവിടുത്തെ പാദാംബുജത്തിനെ ആർത്തിച്ഛിതമാണത്. സകല വിധത്തിലുള്ള ആർത്തിയെയും ദുഃഖങ്ങളെയും ഛേദിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. അങ്ങനത്തെ ആ തൃപ്പാദത്തിനെ, അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള രൂപത്തിനെ ആലംബേ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കാഞ്ചിത്ത്. കാഞ്ചിത്ത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത്ത്. ഭംഗിയുള്ള സ്വർണ്ണ നൂപുരങ്ങൾ, സ്വർണ്ണ അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട് എന്നുള്ളവർക്ക് കാഞ്ചിത്ത് എന്ന് പറഞ്ഞു. കാഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ കവി പറയാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ലല്ലോ ഭഗവാനെ, ഞാൻ എത്ര തന്നെ വർണ്ണിച്ചാലും അവിടുത്തെ ആ ഭംഗിയുടെ ഒരു അല്പം മാത്രമേ ആവുന്നുള്ളൂ. എന്നാലും കേശാദിപാദ വർണ്ണന എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ആവുന്ന പോലെ പറയുന്നതാണേ, എന്നോട് ക്ഷമിക്കണേ എന്നുള്ളൊരു ഭാവത്തിലാണ് വർണ്ണിക്കുന്നത്. എത്രയോ കവികൾ എത്രയോ തവണ ഈ കേശാദിപാദ വർണ്ണന നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ എന്നും ചൊല്ലുന്ന നാമത്തിൽ പെട്ടിട്ടുള്ളതാണ്. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സ സത്കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജമിവ വിലസും 4 തൃക്കൈകളോടും സങ്കീർണശ്യാമവർണം ഹരിവപുരമലം പൂരയേ മംഗളം വാ. അതും ഇത് തന്നെയാണ് കേശാദിപാദ വർണ്ണന. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപത്തെ എന്നെന്നും നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കാവുന്നതാണ്. 2ാമത്തെ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. കേയൂരാംഗദ കങ്കണോത്തമമഹാ രത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം.